20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാർച്ച് മാസം റിലീസായ ഒരു തമിഴ് സിനിമ. അന്നത്തെ 2 യുവതാരങ്ങളും ഒരു യുവ സംവിധായകനൊക്കെ ഒന്നിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ആ ഒരു സിനിമയെക്കുറിച്ചുള്ള കുറച്ച് ഓർമ്മകളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2000 കാലഘട്ടങ്ങളിൽ തമിഴ് സിനിമയിൽ ഒരുപാട് പുതിയ സംവിധായകർ വന്നിരുന്നു. അതിൽ ഒരു പ്രത്യേക സിനിമകൾ ചെയ്ത് എന്താ പറയുക, വളരെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടൊക്കെ തന്നെ പ്രേക്ഷക പ്രീതി നേടിയ ഒരു സംവിധായകനായിരുന്നു വിഷ്ണുവർദ്ധൻ. വിഷ്ണുവർദ്ധൻ്റെ ആദ്യത്തെ സിനിമ കുറുമ്പ് എന്ന് പറയുന്നൊരു സിനിമ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്ത അറുന്തും അറിയാമലും എന്നുള്ള സിനിമ. ഈ 2 സിനിമയോട് കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കിയെടുത്തു. ഇത് കണ്ട് അദ്ദേഹം ചെയ്ത മൂന്നാമത്തെ ഒരു സിനിമയുണ്ട്, പട്ടിയാൽ എന്ന് പറയുന്ന ഒരു സിനിമ. അത് അവിടെ 2006 എന്ന് പറയുന്ന ആ ഒരു വർഷത്തെ ഹിറ്റ് സിനിമ. അന്ന് ഒരുപാട് വിജയ്ക്കും അജിത്തിനും ഒക്കെ പലപ്പോഴും അവിടെ പരാജയങ്ങളൊക്കെ സംഭവിച്ച ഒരു വർഷമായിരുന്നു. ഒന്നും വലിയ വിജയങ്ങളൊന്നും അല്ലാത്തൊരു വർഷമായിരുന്നു. ആ ഒരു വർഷത്തിൽ ഇറങ്ങിയ സിനിമകൾ, ഹിറ്റ് സിനിമകളിലെ പ്രധാനപ്പെട്ട ഒരു സിനിമയായിരുന്നു പട്ടിയാൽ എന്ന് പറയുന്നത്. അതിൽ വിഷ്ണുവർദ്ധൻ്റെ തൊട്ട് മുമ്പത്തെ അറുന്തും അറിയാമലിൽ പ്രധാന വേഷം ചെയ്ത ആര്യയും അതുപോലെ തന്നെ ഭരതും, ഇവർ 2 പേരായിരുന്നു ആ ഒരു സിനിമയിലെ നായകന്മാരായിട്ട് അഭിനയിച്ചത്. പിന്നെ അതിൽ നായികമാരായിട്ട് പൂജ, അതുപോലെ തന്നെ പത്മപ്രിയ എന്ന് നമുക്കറിയാം, മലയാളത്തിൽ കാഴ്ചയിൽ തുടങ്ങി പിന്നീട് തമിഴിൽ പോയി. തമിഴിൽ നല്ല ഒരുപാട് സിനിമകളൊക്കെ ചെയ്തു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ നമ്മുടെ മലയാളിയായ കൊച്ചിൻ ഹനീഫ, ഇവരൊക്കെയായിരുന്നു അതിലെ ഒരു പ്രധാന എന്താ പറയുക കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സിനിമ അന്ന് ഞാനൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള സിനിമയാണ്. പിന്നീട് നമ്മൾ ഡി വി ഡി ഒക്കെ വന്ന ശേഷം എടുത്ത് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. നിങ്ങൾ പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന അന്നത്തെ ഒരു കാലഘട്ടത്തിലുള്ള യൂത്തിൻ്റെ ഒരു വലിയൊരു സിനിമ തന്നെയായിരുന്നു. അതിലൊരു കഥ എന്ന് പറയുന്നത് 2 അനാഥരായ 2 സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ഭരത് ചെയ്യുന്നതും ആര്യ ചെയ്യുന്ന കഥാപാത്രം. ഇതിൽ ഇവരുടെ 2 പേരുടെയും കാമുകിമാരായിട്ട് ആര്യയുടെ ഒരു പ്രണയിനിയായിട്ട് പത്മപ്രിയ, മറ്റേത് ഭരതിൻ്റെ പൂജ. ഇങ്ങനെയാണ് ഇവർ 2 പേരും അനാഥ പയ്യന്മാരാണ്. ഇതിൽ ഭരതിന് എന്താ പറയുക, ഭരതിന് ചെവി കേൾക്കില്ല, സംസാരിക്കാൻ വയ്യ. ആര്യ ഒരു എനർജറ്റിക് ആയിട്ടുള്ളതാണ്. ഇവർ അത്യാവശ്യം കൊട്ടേഷൻ പണിയൊക്കെ ചെയ്യുന്ന, എന്താ പറയുക, കള്ളുകുടിച്ച് നടക്കുന്ന അങ്ങനത്തെ ഉള്ള ഒരു കഥാപാത്രങ്ങളാണ് ഇവർ 2 പേരുടെയും. അതിൽ ഇവരുടെയൊക്കെ ഒരു ബോസിനെ പോലത്തെ കൊച്ചിൻ ഹനീഫയുടെ ഒരു കഥാപാത്രമുണ്ട്. വളരെ ശക്തമായിട്ട് കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ കൊച്ചിൻ ഹനീഫയുടെ പല സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ പറയാത്ത, അത് തമിഴിൽ കൊച്ചിൻ ഹനീഫ ശക്തമായിട്ട് കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്തതിൽ ഒരു സിനിമയായിരുന്നു ഈ പറഞ്ഞ പട്ടിയാൽ എന്നുള്ള സിനിമ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പണ്ടവിടെ വായിച്ചിട്ടുണ്ട്, കൊച്ചിൻ ഹനീഫേനെ എന്തുകൊണ്ട് കാസ്റ്റ് ചെയ്തു എന്ന് കൊച്ചിൻ ഹനീഫ ആ സംവിധായകനോട് ചോദിച്ചപ്പോൾ വിഷ്ണുവർദ്ധൻ പറഞ്ഞത്, മഹാനദി എന്ന് പറയുന്ന കമൽഹാസൻ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, അതിലും കൊച്ചിൻ ഹനീഫ ഒരു ശക്തമായിട്ടൊരു വില്ലൻ വേഷമാണ്. അതിൽ എനിക്കൂടെ കൊച്ചിൻ ഹനീഫ കഥാപാത്രത്തിന് പറ്റി ധനുഷ് അതിനകത്ത് വരുന്നു. അപ്പോൾ ആ ധനുഷ് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ ഈ സിനിമയിലോട്ട് വിളിച്ചത്. അപ്പോൾ ഇതിലൊരു വില്ലൻ എന്ന് പറയുന്നത് ഭയങ്കര ലൗഡായിട്ടുള്ളൊരു വില്ലനൊന്നുമല്ല. ഈ എന്താ പറയുക, ഇതിൽ എന്താ പറയുക, നമുക്ക് ഭയങ്കര മനസ്സിൽ ഒരുപാട് ക്രൂരതയുണ്ട്, ഒട്ടും ദയയില്ലാത്ത അങ്ങനത്തെ ഒരു ഇതിൽ കൊച്ചിൻ ഹനീഫ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രം. ഇതിൽ ആ സിനിമ കാണാത്തവർ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ കഥ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് സിനിമ കണ്ടിറങ്ങുമ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മൾ ഒരു ഞെട്ടലോട് കൂടിയാണ് ഈ സിനിമ ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കണ്ടിറങ്ങണം. അപ്പോഴും ഇതിൽ എടുത്തു നിൽക്കുന്ന ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നില്ല, നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് അതിലെ ക്രൂരത കൊണ്ടായിരിക്കാം, ചെയ്ത അഭിനയത്തിൻ്റെ ഒരു പവർ കൊണ്ടായിരിക്കാം, കൊച്ചിൻ ഹനീഫയുടെ ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും നമ്മുടെയൊക്കെ മനസ്സിൽ കണ്ടിറങ്ങുമ്പോൾ ഉണ്ടാകുന്നത്. ഒക്കെ റിയൽ ലൈഫ്, എന്താ പറയുക, റിയൽ ആയിട്ടുള്ള കുറേ ഗുണ്ടകളുടെയൊക്കെ ജീവിതമൊക്കെ കണ്ടും അതൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടൊക്കെയാണ് ഇതിലെ സ്ക്രിപ്റ്റ് വിഷ്ണുവർദ്ധൻ എഴുതിയിരിക്കുന്നത്. ഇതിൽ ഇവരുടെ 2 പേരുടെയും ക്യാരക്ടേഴ്സ്, അതിൽ കൂടുതൽ എനിക്കൊണ്ട് ആര്യയുടെ ക്യാരക്ടറൊക്കെ അതൊരു റിയൽ ആയിട്ടുള്ള അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുണ്ടയുടെ ഒരു ബേസ്. പിന്നെ ഇതിലെ സോങ്സ് യുവൻ ശങ്കർ രാജനും വിഷ്ണുവർദ്ധൻ്റെ ഒക്കെ സ്ഥിരം ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള സോങ്സ് തന്നെ. ഈ സോങ്സ് ഇതിലെ സ്കോർ പിന്നീട് യുവൻ ശങ്കർ രാജ പിന്നീട് തിമിർ എന്ന് പറയുന്ന വിശാലിൻ്റെ സിനിമയിലും, ആ ഒരു സിനിമയിലും ഇതേ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർസൊക്കെ യുവൻ ശങ്കർ രാജ യൂസ് ചെയ്തിട്ടുണ്ട്. ആ സിനിമേനെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്. ആ ഒരു വർഷത്തെ തമിഴ്നാട് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച മ്യൂസിക്കിനുള്ള അവാർഡ് അന്ന് യുവൻ ശങ്കർ രാജയ്ക്ക് ഈ ഒരു സിനിമയ്ക്കായിരുന്നു. അതൊക്കെ ശങ്കർ രാജയുടെ ഒരു പ്രതാപകാലം തന്നെ പറയാം. യുവൻ ശങ്കർ രാജ, അപ്പുറത്ത് ഹാരിസ് ജയരാജ്, ഇവരൊക്കെയായിരുന്നു അന്നത്തെ ഒരു എന്താ പറയുക, ആ 2000 വന്ന് ഭയങ്കരമായിട്ട് തിളങ്ങി നിന്നത്. ഇന്ന് നമ്മൾ അനിരുദ്ധ് എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു ഇവർ 2 പേരും ഒക്കെ എന്നുണ്ട്. ഇതിൽ വന്ന് നല്ല കളക്ഷനായിരുന്നു. അന്ന് ഏകദേശം 10 കോടിക്ക് മുകളിലാണ്, വലിയൊരു തുകയാണ് ഇവർ 2 പേരെയൊക്കെ വെച്ച്. എനിക്ക് അന്ന് ഭരതിൻ്റെയും ആര്യയുടെയൊക്കെ ഒരു പ്രതാപകാലം തന്നെയായിരുന്നു അന്നൊക്കെ. കാരണം ഇതിൽ എനിക്കൊരു ആര്യയെക്കാട്ടും ഒരു പടി മുകളിൽ നിന്നിരുന്ന ഭരതിൻ്റെ ഒരു ക്യാരക്ടേഴ്സ്. ഈ ഒരു സിനിമയോട് കൂടി ഭരതിനൊക്കെ അന്ന് ബോയ്സ് കഴിയുന്നു, ബോയ്സിലൂടെയാണ് ഭരത് വരുന്നത്. പിന്നെ നമ്മളിവിടെ ഫോർ ദ പീപ്പിൾ അഭിനയിച്ചു,
പിന്നെ ഈ കാതൽ എന്ന് പറയുന്ന ഒരു സിനിമ ഭരത് ചെയ്തു. ഈ പറഞ്ഞ പോലെ ഈ പട്ടേൽ എന്ന് പറയുന്ന സിനിമ ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് ഭരതൻ അന്ന് ഒരു ഭയങ്കര ഒരു സ്റ്റാർഡം നിലനിന്നിരുന്നതാണ്. ആര്യയും അതെ. പക്ഷേ ഇന്ന് അതൊക്കെ നോക്കുമ്പോൾ അവരൊന്നും അന്നത്തെ ഒരു സ്റ്റാർഡം കാലം മാറി വേറെ ആക്ടേഴ്സൊക്കെ വന്നു. പക്ഷേ എങ്കിൽ പോലും ഭരതൻ്റെയൊക്കെ ക്യാരക്ടേഴ്സിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ടോപ്പ് 3 അല്ലെ ടോപ്പ് 5 ക്യാരക്ടേഴ്സ് എടുത്താൽ ഒരു സിനിമ തന്നെയായിരിക്കും പട്ടേൽ എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പോൾ ആ ഒരു സിനിമ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ റീവിസിറ്റ് ചെയ്യുക. അവർ പറഞ്ഞൊരു 20 വർഷം കഴിഞ്ഞ ഒരു സിനിമ ഇതേപോലെ ഒരു മാർച്ച് മാസമാണ് ഒരു സിനിമ ഇറങ്ങുന്നത്. പക്ഷേ ഇന്നും നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മേക്കിങ്ങും ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ഒക്കെയാണ് നമുക്കതിൽ എന്താ പറയുക നമുക്കതിൽ കാണാൻ കഴിയുക.